നമസ്കാരം. നമ്മൾ പണ്ട് പറയത്തില്ലേ, അഹങ്കാരത്തിൻ്റെ ഫലം ആപത്താന്നൊക്കെ പറയത്തില്ലേ? അതൊരു തത്വമാണ്. ഈ അഹങ്കാരത്തിന് കുറേ ലക്ഷണങ്ങളുണ്ട്. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും. അവർ ആരുടെ വികാരങ്ങളെ ഒന്നും മാനിക്കത്തില്ല. എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതല്ല ശരിയാണ്, ഞാൻ എന്തൊക്കെയാണെന്നുള്ള ചിന്താധാരയാണ് അവർക്ക് എപ്പോഴും. അങ്ങനെ ആയിരിക്കും. തൻ്റെ കഴിവിലേക്കും നേട്ടത്തിലേക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും ഇങ്ങനെ ആകർഷിക്കാൻ നോക്കും. അവരുടെ കഴിവും പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും നമ്മളെ. ഇതല്ലേ, ആരുടെയെങ്കിലും വിമർശനം കേട്ടു പൊട്ടിത്തെറിയും. ആരും വിമർശിക്കാൻ പറ്റത്തില്ല. ആ വിമർശിക്കുന്ന ആൾക്കാരിൽ നിന്ന് എപ്പോഴും അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. വാക്കുകളുടെ പേരിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാൽ ആ വാക്കുകളിൽ അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എപ്പോഴും. ഇതല്ലേ, അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, തിരുത്തലുകൾ സ്വീകരിക്കത്തില്ല. എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടും പെറുപുറത്തോണ്ടും ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരവർ. അവർ അങ്ങനെ സ്വയം അവർ നശിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല. മറ്റുള്ളവരെ പുച്ഛം പറയും. പിന്നെ അതുപോലെ അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയും ചെയ്യും. എപ്പോഴും തോപ്പിച്ചെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ അവരോട് എപ്പോഴും അവർ പകയുണ്ടായിരിക്കും. ഇപ്പം പക വിട്ടോ എന്നുള്ള ധാരണയായിരിക്കും. സ്വന്തം തെറ്റുകൾ ഒരിക്കലും മനസ്സിലാക്കാതെ അവർ പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉള്ളത് അവർ നിലനിർത്തുന്നില്ല. അത് ബന്ധം സ്ഥാപിക്കത്തുമില്ല, ഉള്ളത് നിലനിർത്തത്തുമില്ല അവർ. അതല്ലേ, തന്നെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. വീരാതം അടിക്കും ഒത്തിരി.